ഗുഡ് മോർണിംഗ് മധുബ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മധുബയിലൂടെയാണ്. മധുബയുടെ ചരിത്രവും റിലീജിയസ് ആസ്പെക്റ്റും എല്ലാം കണ്ടുകൊണ്ടുള്ള നടത്തമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുബ വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നുമാണ് ഞങ്ങളുടെ യാത്രയുടെ തുടക്കം. ഇവിടെ നിന്നും ഈ ലൈൻ ഫോളോ ചെയ്ത് മുന്നോട്ട് നടന്നാൽ ഏതാണ്ട് 3-4 മണിക്കൂർ കൊണ്ട് എല്ലാ ചർച്ചുകളും കവർ ചെയ്ത് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും. രാവിലെ ആയതുകൊണ്ടാകും റോഡുകളൊക്കെ ഭയങ്കര ശാന്തമാണ്. ആർക്കിയോളജിക്കൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഹാർട്ട് ഓഫ് സിറ്റി. വിസിറ്റേഴ്സ് സെന്ററിന്റെ വളരെ അടുത്താണിത്. ജോർദാനിൽ നിന്ന് കണ്ടെടുത്ത ഓൾഡസ്റ്റ് മൊസൈക്സും ഇവിടെയുണ്ട്. 3 ബൈസന്റൈൻ ചർച്ചുകളാണ് ഈ പാർക്കിനുള്ളിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ച് ഓഫ് വെർജിൻ മേരിയാണ്. ഇതിനുള്ളിലാണ് ഹിപ്പോലിറ്റസ് ഹാൾ. 6th സെഞ്ചുറിയിൽ നിലനിന്നിരുന്ന കോർട്ടോ, കൗൺസിൽ ഓഫ് ചേംബറോ ഒക്കെയാണെന്ന് ഹിപ്പോലിറ്റസ് ഹാളിനെ കുറിച്ച് വിലയിരുത്തപ്പെട്ടു. ഇതിൽ 6th സെഞ്ചുറിയിലെ വലിയ മാർബിൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തേതാണ് ചർച്ച് ഓഫ് സെന്റ് എലിയാസ്. അടുത്തത് ക്രിപ്റ്റ് ഓഫ് സെന്റ് എലിയാനസ്. ചർച്ചിന്റെ അണ്ടർഗ്രൗണ്ടിൽ 2 ആർച്ചുകളോട് കൂടിയ നിലവറകളാണിത്. പല ട്രഡീഷണൽ സ്ട്രക്ചേഴ്സും പേവ്ഡ് റോമൻ റോഡ്സും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. ജോർദാന്റെ തലസ്ഥാനമായ അമ്മനിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരെയാണ് മദബ. മദബ എന്ന അറമായിക് ഒറിജിനിലുള്ള പേരിന്റെ അർത്ഥം കാം വാട്ടേഴ്സ്, ലാൻഡ് ഓഫ് വാട്ടർ ആൻഡ് ഫ്രൂട്ട് ഓർ ദ ഗുഡ് ലൈഫ് എന്നൊക്കെയാണ്. 850 BC മുതൽ മദബ എന്ന പേരിന് മാറ്റമില്ലാതെ തുടരുന്നു. പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള മോവാബൈറ്റ് സിറ്റീസ് ഈ നഗരത്തെ സൂചിപ്പിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ അടുത്തത് എന്താണെന്നുള്ള പ്രതീക്ഷയിൽ ഈ ലൈനിലൂടെ നടന്നു. വഴിയോര കാഴ്ചകളും കച്ചവട സാമഗ്രികളും റോഡിന്റെ 2 വശത്തും അതിമനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. കിങ്സ് ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ച് ഓഫ് അപ്പസ്തോലേറ്റിന്റെ സമീപമായിരുന്നു ഞങ്ങളുടെ താമസം. അവിടെ നിന്നും വന്നതിനാൽ തന്നെ അത് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല. ലോക്കൽ ഫുഡും ബിയറും വൈനും ഒക്കെ ലഭിക്കുന്ന കടകൾ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. രണ്ടാമത്തെ ആർക്കിയോളജിക്കൽ പാർക്കായ ബേൺഡ് പാലസിലേക്കാണ് അടുത്ത ഞങ്ങളുടെ നീക്കം. 6ാം നൂറ്റാണ്ടിൽ എർത്തിക്വക്ക് ഉണ്ടാകുകയും കത്തി നശിക്കുകയും ചെയ്ത ഒരു പ്രൈവറ്റ് പാലസ് ആണിത്. അതുകൊണ്ടാണ് ബേൺഡ് പാലസ് എന്ന പേര് ഇതിന് ലഭിച്ചത്. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ കാണുന്നതെല്ലാം റോമൻ റോഡുകളുടെ ഭാഗങ്ങളും ട്രഡീഷണൽ ഹൗസസുമാണ്. ചർച്ച് ഓഫ് മാർട്ടേഴ്സിന്റെ ഫ്ലോറിലാണ് ഈ മൊസൈക്ക് ഉള്ളത്. സൂം ഇൻ ടു ദ മൊസൈക്ക്. ജുവൽ ഗിവ്സ് ആൻ ഐഡിയ. The mosaic panels describe various hunting scenes, including a hunter scaring birds, a hunter chasing a wild beast, a shepherd watching his flock, a hunter dragging his lion with a cord, and a wild beast rearing a young goat. റോമൻ ഭരണകാലത്തും ക്രിസ്ത്യൻ ബൈസന്റൈൻ പീരീഡിലും മദബ വളരെ പുരോഗതി നേടി. എന്നാൽ 747 ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷം ഏതാണ്ട് 1100 വർഷക്കാലം ജനവാസമില്ലാതെ കിടന്നു. കരാക്കിലെ മുസ്ലിം സംഘർഷത്തിനു ശേഷം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മദുബയിലേക്ക് കുടിയേറി പാർക്കുകയും അവർ വീടുകൾ വയ്ക്കാൻ കുഴിച്ചപ്പോൾ ഇവിടെയുള്ള ഹോളി ലാൻഡും മൊസൈക്കും ഈ കാണുന്ന ചരിത്ര സാമഗ്രികൾ കണ്ടെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തതാണ് സെയിന്റ് ജോർജ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. 6th സെഞ്ചുറിയിൽ നിർമ്മിക്കപ്പെട്ട ബൈസന്റൈൻ ചർച്ചിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് 1896-ൽ സെയിന്റ് ജോർജ് ചർച്ച് നിർമ്മിച്ചത്. ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ എ മൊസൈക് മാപ്പ് വാസ് ഡിസ്കവേർഡ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഓൾഡർ ചർച്ച്. The locations on the map are beautifully illustrated and depict all of the Holy Land, the cities and the surrounding villages in Jordan and Palestine, and the northern Nile Delta in Egypt. It is known as the oldest geographic map of the Holy Land. അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട ശേഷം ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ അടുത്ത യാത്രയായി. വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നും പറഞ്ഞതുപോലെ ജുവൽ ആ ലൈനിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ അടുത്തതായി ഞങ്ങൾ ചെന്നെത്തിയത് ഡാർ അൽ സരായിലായിരുന്നു. Dar al Saraya is the local administrative building of the city of Madaba in the Ottoman era. It was founded in 1896. The building is located at the top of the high hill area in Madaba with a view of the majority of the city. ഹിൽ ടോപ്പിൽ നിന്ന് ഒരു വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം അല്പം വിശ്രമിച്ച് പിന്നെ ഞങ്ങൾ പോയത് ബിഹെഡിംഗ് ഓഫ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിലേക്കാണ്. ഇത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേവാലയമായതിനാൽ
ബലിയർപ്പണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന തമിഴ്നാട്ടിൽ നിന്നുമുള്ള സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുവാൻ സാധിച്ചു. അവർ മധുബായിലുള്ള ഏതോ സ്കൂളിൽ ടീച്ചേഴ്സ് ആണ്. കുറച്ചുനേരം അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നത് അവർക്കും ഞങ്ങൾക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം പകർന്നു തന്നു. ഇവിടെ ഒരു ജേഡിയാണ് എൻട്രി ഫീ എങ്കിലും ഒരു അക്രോപോളിസ് മ്യൂസിയവും ചർച്ചിന്റെ ഉള്ളിൽ ഭൂമിക്കടിയിൽ ഒരു മ്യൂസിയവുമുണ്ട്. Visitors to this place can see an exhibition of photos depicting Madhuba during the period spanning from 1911 to 1902 AD. 785 AD യിലെ മൊസൈക്കാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. There are depictions of hunting, fishing and agriculture, scenes of daily life such as boys enjoying a boat ride, a man astride of ostrich, the holy city of Jerusalem, etc. can be seen on the mosaic. അവിടെ നിന്നും ഞങ്ങൾ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോയി. കുറച്ചു നേരം ശാന്തമായിരുന്ന് ദേവാലയത്തിന്റെ ഉള്ളിലെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ഒരു വൈദികൻ അപ്പോഴും മധുബയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 1883 പണിത ഒരു പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കുമേൽ 1913 പണിതതാണ് ഈ ദേവാലയം. മധബ എന്ന സ്ഥലത്തിന്റെ ഒരു ഹിൽ ടോപ്പിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. Beheading of St. John the Baptist Church stands today as the oldest church where the religious rituals have been performed without interruption. പള്ളിയുടെ വലതുഭാഗത്തുള്ള തുരങ്കത്തിലൂടെ താഴേക്ക് ഇറങ്ങിയ ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു കിണറാണ്. 3000 വർഷങ്ങൾ പഴക്കമുള്ള മൊബൈറ്റ് ഈരയിലെ കിണറാണത്. ഭൂമിക്കടിയിലായതുകൊണ്ടും നമ്മളെ ഗൈഡ് ചെയ്യാനോ അവിടെ മറ്റു വിസിറ്റേഴ്സോ ഒന്നുമില്ലാത്തത് കൊണ്ടും ചെറിയ ഭയത്തോടു കൂടിയാണ് അതിനടുത്തേക്ക് ഞങ്ങൾ ചെന്നത്. നല്ല ആഴമുള്ള കിണർ. ജെറിൽ അതിൽ നിന്നും വെള്ളം കോരിയെടുത്തു. എന്നാൽ അത് കുടിക്കാൻ കൊള്ളില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിക്കടിയിലാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അവർ അത് ആസ്വദിച്ചു. ഇവിടെയും മൊസൈക്കുകളുടെ ഒരു ലോകം അവർ തീർത്തിട്ടുണ്ട്. In 1967, the Vatican declared this church as a sacred place and urged pilgrims to visit it. On August 26, 2011, a shrine was consecrated devoted to the beholding of St. John the Baptist. ഈ ഷറൈനിൽ പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്. എന്നാൽ എന്നെ ആകർഷിച്ചത് അവിടെ ഇട്ടിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അതിന്റെ ഉദ്ദേശം അറിയാവുന്നവർ ഷെയർ ചെയ്യുക. പലതരത്തിലുള്ള ആകർഷണീയമായ മൊസൈക്കുകൾ ഇവിടെയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിശാലമായ പലതരം മുറികളും ഹാളുകളും എല്ലാം ഇതിന്റെ അടിയിൽ കാണുവാൻ സാധിക്കും. ഒരു മുറിയിൽ റൂത്തിന്റെ ടെന്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഭൂമിക്കടിയിലാണെങ്കിലും ഇപ്പോൾ ഭയമൊന്നും തോന്നുന്നില്ല. ചെറിയ ചെറിയ ഇടനാഴികളും ആർച്ച് കൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പെട്ട ഭിത്തികളും എല്ലാം അവിടെ കാണുകയുണ്ടായി. ഈ ചർച്ചിനടിയിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ വഴിയിലൂടെ അങ്ങ് പോയാൽ ചർച്ചിലേക്ക് തന്നെ എത്താൻ പറ്റും. ഞാൻ ക്യാമറയുമായിട്ട് ചെല്ലുമ്പോഴേക്കും ഇവർ അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇത് ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കയറി നോക്കിയപ്പോൾ ചർച്ചിന്റെ ഇടതുഭാഗത്തൂടെയാണ് ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു വശത്തൂടെ ഇറങ്ങുകയും മറുവശത്തൂടെ കയറുകയും ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ഇനിയും കാണാത്ത സ്ഥലങ്ങൾ താഴെയുണ്ടെന്ന് മനസ്സിലാക്കുകയും മാത്രമല്ല എല്ലാവരും താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി. അത്ഭുതകരമായ പുതിയ പുതിയ കാഴ്ചകൾ. എല്ലാ മുറിയിലേക്കും വെന്റിലേഷൻസും പ്രകാശവും ഒക്കെ കടക്കുന്ന രീതിയിലുള്ള നിർമ്മിതി. ചില സ്ഥലങ്ങളിൽ വലിയ അയൺ ബാറുകൾ വെച്ച് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. പഴയ പാത്രങ്ങളും ചിത്രങ്ങളും എല്ലാം ഇതിന്റെ അടിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അവിടെ ആരും ഇല്ലല്ലോ എന്ന് എനിക്ക് അപ്പോൾ തോന്നി. കുറച്ച് രൂപത്തിലുള്ള റൂഫിൽ വെന്റിലേഷനുകളാണെന്ന് തോന്നുന്നു. എയർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നതാവാം. അങ്ങനെ ഏതാണ്ട് കാഴ്ചകളൊക്കെ കണ്ടു തീർന്ന് ഇവിടുന്ന് പോകാം എന്ന് പ്രതീക്ഷിച്ച് ഒരു ഇടനാഴിയിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി. ചെറിയ ഇടനാഴികൾ, ആർച്ചുകൾ, റൂമുകൾ എല്ലാം കടന്ന് നേരെ നടന്ന് ചെന്നത് മറ്റൊരു എൻട്രൻസിലായിരുന്നു. അവിടെ അയണിൽ നിർമ്മിച്ചിരിക്കുന്ന സർക്കിളിലുള്ള സ്റ്റെപ്പുകളാണ്. അത് കയറി മുകളിൽ ചെന്നപ്പോൾ അതിന്റെ ഒരു വശം പള്ളിയിലേക്കും
മറുവശത്തൂടെ മുകളിലേക്ക് കയറിയാൽ ബെൽ ടവർ അല്ലെങ്കിൽ മണിമാളികയിലേക്കുമുള്ള വഴിയാണ്. കുത്തനെയുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പുകൾ. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് മുകളിലേക്ക് കയറാം, വാതിലുകളെല്ലാം ഓപ്പൺ ആണ് എന്ന തോന്നലിൽ മുകളിലേക്ക് കയറാം എന്ന് തന്നെ തീരുമാനിച്ചു. ജെഫിനും ജെയ്തനും മാത്രമാണ് എന്റെ കൂടെ, അല്ല എനിക്ക് മുൻപേ തന്നെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചത്. അങ്ങനെ ഞങ്ങൾ മണിയുടെ കഥകളൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ഭിത്തിയിലെല്ലാം ആരൊക്കെയോ പേരും മറ്റെന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. ഇങ്ങനെയും നേർച്ചകളുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മുകളിൽ ചെന്ന് വിൻഡോയിലൂടെ ആ പുറത്തേക്കുള്ള മധുബയുടെ കാഴ്ച അതിസുന്ദരമായിരുന്നു. ഇതിന് സൈഡിലായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ഡോറുണ്ട്. അതുവഴി പുറത്തേക്ക് കടന്നാൽ ബെൽ ടവറിന്റെ പുറത്തുകൂടി ചുറ്റി നടന്ന് മധുബ എന്ന നഗരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആ കാണുന്ന ബെൽ ടവറിന്റെ പുറത്താണ്. വളരെ സേഫായി പ്രൊട്ടക്റ്റീവായി ആർക്കും കയറി കാണാം എന്നുള്ള രീതിയിലാണ് അവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഇൻ മധബ where we can enjoy a breathtaking view of the city and its surroundings. ഇനി താഴേക്ക് ഇറങ്ങുന്നത് വലിയ ഒരു കടമ്പയാണ്. ഇതിനുള്ളിലൂടെ അല്പം കൂടി മുകളിലേക്ക് കയറാമെങ്കിലും ഞങ്ങൾ അതിന് നിന്നില്ല. വളരെ വേഗം താഴേക്ക് ഇറങ്ങി. വിസിറ്റേഴ്സ് അതുപോലെ കയറുന്നത് കൊണ്ടായിരിക്കാം മണിയേലും പേരുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ ഈ മണിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ കയറിൽ പിടിച്ചു വലിക്കുമ്പോൾ എങ്ങനെയാണ് മണിയടിക്കുന്നത് എന്ന് ജെഫിൻ ചോദിച്ചു. ചെറുപ്പത്തിൽ അതിരമ്പുഴ പള്ളിയിലെ മണി അടിക്കുന്നത് എന്റെ ഓർമ്മയിൽ വന്നു. ഈ ബാറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന മണിയുടെ സൈഡിൽ ഒരു റിങ് ഘടിപ്പിച്ചിരിക്കുന്നു. ആ റിങ്ങിൽ കെട്ടിയിരിക്കുന്ന കയർ താഴോട്ട് വലിക്കുമ്പോൾ മണി രണ്ട് സൈഡിലോട്ടും ആടും. എന്തൊക്കെയോ മനസ്സിലായ രീതിയിൽ ജെഫിൻ താഴേക്ക് ഇറങ്ങി. എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുകയായിരുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുവാനുള്ള തിടുക്കത്തിൽ. അങ്ങനെ മണിമാളികയിൽ നിന്നും പുറത്തോട്ടിറങ്ങി ചർച്ചിൽ പ്രവേശിച്ച് അവിടെ നിന്നും ഞങ്ങൾ അടുത്ത മ്യൂസിയത്തിലേക്ക് യാത്രയായി. ബിഹെഡിംഗ് ഓഫ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നും ഏതാണ്ട് 5 minutes വാക്ക് ചെയ്താൽ നമുക്ക് മ്യൂസിയത്തിൽ എത്താൻ സാധിക്കും. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നതിനാൽ അതിവേഗം മ്യൂസിയം കണ്ടു തീർക്കാൻ സാധിച്ചു. Living here and sleep here, so here sleep. But before family go, why don't know this original mosaic before 6th century Byzantine mosaic. Mosaic have 2 sheep, 2 people, jar water here. This is two people working in music dancer. This is in the name Satyr and Banki. Mosaic before 6th century Roman. This is a Greek. Mosaic before 7th century Byzantine mosaic. This is church mosaic original before 6th century. മധുബ സിറ്റിയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. Mosaic original before 6th century Byzantine mosaic, complete original here. Animals there. This is mosaic before 7th century Byzantine mosaic. This is a Greek. This is archaeological museum. This is a bronze cross Roman money and Roman. This is a bronze this and bronze this. Bronze. This is Byzantine. This is seashells, silver. No. Seashells this, but this is lion and bull. This one? This is the King Mesha Maapia Mesha. This is copy but original from a museum Louvre from Paris in France. Oh. This is a bracelet Roman glass gift for woman, and this is Byzantine here. This is Roman money silver and bronze. This Islami to Islami. This is bronze lamp. Bronze jar. This one here, very old people. This is box before 100 years ago. Gift box just for woman married. അകത്തും പുറത്തുമായി AD 6th സെഞ്ചുറിയിലെ വളരെയധികം മൊസൈക്കുകളും മറ്റ് സാമഗ്രികളും ഇവിടെ Roman church. 2 church very old have mosaic. This is mosaic original before 6th century Byzantine mosaic. This is sheep scales. This is a church. This is in the name Ethiopia church. Mosaic. ബ്രോൺസ് ഏജ് മുതൽ ഇസ്ലാമിക് പീരിയഡ്സ് വരെയുള്ള
മൊസൈക്കുകളുടെയും ഹെറിറ്റേജിന്റെയും ജീവിത രീതികളുടെയും ആഭരണങ്ങളുടെയും എല്ലാം ഒരു വമ്പൻ ശേഖരം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിൽ നിന്നും മടങ്ങി വിസിറ്റേഴ്സ് സെന്ററിലേക്ക് നടക്കുന്നതിനിടയിൽ ഞങ്ങൾ ഒരു കടയിൽ കയറി. ഞങ്ങൾ ഖത്തറിൽ നിന്നും വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുവൈറ്റ് ജീവിതവും കുവൈറ്റ് യുദ്ധത്തോടുകൂടി തിരിച്ചു പോരേണ്ടി വന്നതും ഇങ്ങനെയൊരു ഷോപ്പ് തുടങ്ങിയതിന്റെ കഥകൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു കട. കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നിപ്പോകും. അങ്ങനെ ജോർദാന്റെ ചരിത്രം പേർന്ന ഒരു പുസ്തകവും വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ യാത്രയായി. മദബയിൽ ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും സമയം ഞങ്ങളെ അതിനനുവദിക്കുന്നില്ലാത്തതിനാൽ ഞങ്ങൾക്ക് അവിടെ നിന്നും പുറപ്പെടേണ്ടി വന്നു.